നമസ്കാരം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നഭൂമിയാണ് അമേരിക്ക. ഉയർന്ന ജീവിത നിലവാരം, അനന്തമായ തൊഴിൽ സാധ്യതകൾ, മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയാണ് ഈ ആകർഷണത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. US പൗരത്വം നേടാൻ ജനനം, മാതാപിതാക്കളുടെ പൗരത്വം, വിവാഹം അല്ലെങ്കിൽ 5 വർഷത്തെ നിയമപരമായ സ്ഥിരതാമസം എന്നിങ്ങനെ വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ചിലർ ഇതിന് കുറുക്ക് വഴികളും തേടാറുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലെത്തി പ്രസവിച്ച് കുഞ്ഞിന് ജന്മാവകാശ പൗരത്വം നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഈ പ്രസവ ടൂറിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. വിസ ദുരുപയോഗം ചെയ്യുന്നവർക്ക് 8ന്റെ പണിയുമായി ട്രംപ് ഭരണകൂടം കാത്തിരിക്കുന്നുണ്ട്. ഇത്തരം വിസ അപേക്ഷകൾ നിരസിക്കാനും ഭാവിയിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതുൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് H-1B വിസക്കാർക്ക് സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് നിർബന്ധമാക്കിയ ട്രംപ് ഭരണകാലത്തെ കുടിയേറ്റ നയങ്ങളിലെ ഈ സുപ്രധാന മാറ്റങ്ങൾ അമേരിക്കൻ സ്വപ്നത്തിന്റെ വാതിലുകൾ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രസക്തമായിരിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കണം. ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലെത്തി അവിടെ വെച്ച് പ്രസവിച്ച് കുഞ്ഞിന് US പൗരത്വം സ്വന്തമാക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് 8ന്റെ പണിയുമായി ട്രംപ് ഭരണകൂടം കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർത്തോളൂ. US പൗരത്വം നേടാനുള്ള കുറുക്കു വഴിയായി ടൂറിസ്റ്റ് വിസയിൽ US-ലെത്തി പ്രസവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് സർക്കാരിന്റെ കടുത്ത നടപടി. പ്രസവം എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയെങ്കിൽ ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ ഇനി മുതൽ നിരസിക്കുമെന്ന് ഇന്ത്യയിലെ US എംബസി വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയിലെ US എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഈ നയം വ്യക്തമാക്കിയത്. കുട്ടിക്ക് US പൗരത്വം നേടാൻ വിദേശത്ത് നിന്നും അമേരിക്കയിലെത്തി പ്രസവിക്കുക എന്നതാണ് യാത്രയുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ നിരസിക്കും. ഇത് അനുവദനീയമല്ല എന്നാണ് എംബസി കുറിച്ചത്. ഇവർക്ക് ഭാവിയിൽ വിസ ലഭിക്കുന്നതിനും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനുമെല്ലാം വിലക്ക് നേരിട്ടേക്കാം. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള ഉത്തരവിൽ ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇനി മുതൽ അമേരിക്കൻ സംവിധാനങ്ങളെ കബളിപ്പിച്ച് US-ൽ പ്രസവിക്കുക എന്ന ലക്ഷ്യത്തോടെ സമർപ്പിക്കുന്ന ടൂറിസ്റ്റ് വിസ അപേക്ഷകൾ തള്ളിക്കളയും. ജന്മാവകാശ പൗരത്വം നേടാൻ സന്ദർശക വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള US ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം. ട്രംപ് ഭരണകൂടം എല്ലാ H-1B, H-4 അപേക്ഷകൾക്കും സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ മുന്നറിയിപ്പ് പുറത്തുവരുന്നത്. ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പുതിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്വപ്നം ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന കർശനമായ കുടിയേറ്റ നിയമങ്ങൾ ആ യാത്രയെ കൂടുതൽ ദുഷ്കരമാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്ത് ജന്മാവകാശ പൗരത്വം നേടാനുള്ള ശ്രമങ്ങൾക്കെതിരെ സ്വീകരിച്ച ഈ കടുത്ത നിലപാടുകൾ രാജ്യത്തിന്റെ സുരക്ഷയിലും നിയമവാഴ്ചയിലും വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ നയങ്ങൾ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് കീഴിലും വിസ അപേക്ഷകളെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം H-1B, H-4 വിസ അപേക്ഷകൾക്കുള്ള സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് പോലുള്ള പുതിയ മാനദണ്ഡങ്ങൾ പ്രൊഫഷണൽ കുടിയേറ്റക്കാർക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഈ നിയമങ്ങൾ ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളുടെയും കുടുംബ ജീവിതത്തിലും കരിയറിലുമെല്ലാം അനിശ്ചിതത്വം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനാൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനോ കുടിയേറാനോ ആഗ്രഹിക്കുന്നവർ കൃത്യമായ നിയമമാർഗങ്ങൾ മാത്രം തേടുകയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിലവിലെ US എംബസിയുടെയും ഒക്കെ കാലാകാലങ്ങളിലുള്ള അറിയിപ്പുകളും പുതിയ വിസ നയങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ചെയ്യുക. നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ അമേരിക്കൻ പൗരത്വം എന്ന ലക്ഷ്യം സത്യസന്ധമായും സുരക്ഷിതമായും കൈവരിക്കാൻ സാധിക്കൂ എന്നോർത്തോളൂ.